ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഹെൻറി സിസ്കിന്റെ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെന്റ് ഈസ് ദി കോർഡിനേഷൻ ഓഫ് all resources through the process of planning, organizing, directing and controlling in order to attain stated goal. മാനേജ്മെന്റ് എന്നാൽ എല്ലാത്തരം റിസോഴ്സസിന്റെയും കോർഡിനേഷൻ ആണ്. എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്? ത്രൂ ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത്തരം പ്രോസസ്സിലൂടെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യും. എന്തിനാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്താണ് നഴ്സിംഗ് മാനേജ്മെന്റ്? നഴ്സിംഗ് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് വർക്കിംഗ് ത്രൂ നഴ്സിംഗ് പേഴ്സണൽ ടു പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റ് ഇൽനെസ് ആൻഡ് സഫറിങ്. അതായത് നഴ്സിംഗ് പേഴ്സണലെ വഴി ജോലി ചെയ്ത് ഹെൽത്തിനെ പ്രൊമോട്ടും മെയിൻറ്റെയിനും ചെയ്ത് ഇൽനെസ്സിനെയും സഫറിങ്ങിനെയും പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അടുത്തതായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷനാണ് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, മേജർ പോളിസീസ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. മാനേജ്മെന്റ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിരിക്കുന്ന പോളിസീസ്, പ്ലാൻസ് അതൊക്കെ പ്രാവർത്തികമാക്കും. ഇനി ഇതിന്റെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷനാണ്, അതായത് തീരുമാനം എടുക്കുന്നതാണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, അതായത് നടപ്പിലാക്കുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംരംഭത്തിന്റെ മേജർ ആയിട്ടുള്ള എല്ലാത്തരം ഡിസിഷൻസും എടുക്കുന്നത് മുഴുവനായിട്ട്. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നിട്ട് ഡിസിഷൻസ് എടുക്കും. ഇനി ലെവൽ ഓഫ് അതോറിറ്റി നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ടോപ്പ് ലെവൽ ആക്ടിവിറ്റി ആണ്, അതായത് ഹയർ അതോറിറ്റി ആണ്. മാനേജ്മെന്റ് എന്നാൽ മിഡിൽ ലെവൽ ആക്ടിവിറ്റി ആയിരിക്കും. ഇനി അടുത്തത് നേച്ചർ ഓഫ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരും അതിൻ്റെ ഓണേഴ്സും ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രോഫിറ്റ് അനുഭവിക്കുന്നവരും ആയിരിക്കും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജറിയൽ പേഴ്സണൽ ആയിരിക്കും, അതായത് മാനേജേഴ്സ് ആയിരിക്കും, ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് ആയിരിക്കും. അവർ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് യൂസ് ചെയ്തിട്ട് ആ ഒരു എന്റർപ്രൈസിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സംരംഭത്തിന്റെ ഒബ്ജക്റ്റീവ്. ഇനി അടുത്തത് നേച്ചർ ഓഫ് യൂസേജ്, എവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് ഗവൺമെന്റിലോ മിലിറ്ററിയില് എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ബിസിനസ് എന്റർപ്രൈസസ്, അതായത് ബിസിനസ് സംരംഭങ്ങൾ, സ്ഥാപനങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാനേജേഴ്സ് ഒക്കെ. ഇനി അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ്. പബ്ലിക് ഒപ്പീനിയൻ, ഗവൺമെന്റ് പോളിസീസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ് ഒക്കെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി മാനേജ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മാനേജേഴ്സിന്റെ വാല്യൂസ്, ഒപ്പീനിയൻ, വിശ്വാസങ്ങൾ ഇതൊക്കെ ഒരു മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസ് ആണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും. ഇനി മാനേജ്മെന്റിന്റെ ഫംഗ്ഷനാണ് മോട്ടിവേറ്റിങ്ങും കൺട്രോളിങ്ങും. ഇനി ഇതിന്റെ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് നീഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അതർ ദാൻ ടെക്നിക്കൽ എബിലിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സ്കില്ലാണ് വേണ്ടത് അഡ്മിനിസ്ട്രേഷന്. മാനേജ്മെന്റിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എബിലിറ്റിയാണ് വേണ്ടത്, കാരണം അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതലും ചെയ്യേണ്ടത്. നമ്മൾ അടുത്തതായിട്ട് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. സുപ്പീരിയേഴ്സ് തങ്ങളുടെ എംപ്ലോയീസിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് യൂണിഫോം ആയിരിക്കണം, സെയിം ആയിരിക്കണം, ഒരുപോലത്തെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം അവർ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ട് സമയം കളയും. അപ്പോൾ കൂടുതൽ നേരം വർക്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത് സഹായിക്കും. അടുത്തത് ഡിസിപ്ലിൻ ആണ്. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സും ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസും നിയമങ്ങളും അഗ്രിമെന്റ്സ് ഒക്കെ റെസ്പെക്ട് ചെയ്യണം, അനുസരിക്കണം. ഒരു നല്ല നേതൃത്വം ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ലെവലിലും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് അതോറിറ്റിയാണ്. മാനേജേഴ്സിന്റെ ഫോർമൽ അതോറിറ്റി അവർക്ക് ഉത്തരവിടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഡേഴ്സ്, അതായത് ഉത്തരവുകൾ നൽകാവുന്നതാണ്. ഇപ്പോഴൊരു ആൾക്ക് മറ്റുള്ളവരുടെ മുകളിൽ അതോറിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഒബീഡിയൻസിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പറ്റില്ല, അതായത് അനുസരിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ ആണ്. അതായത് ഓരോ ആൾക്കും ജോലികൾ വീതിച്ച് നൽകുക. ഇപ്പോഴും ഒരാൾ കുറച്ചുകൂടി ഒരു ജോലിയിൽ സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി എഫിഷ്യൻസിയിൽ ആ ഒരു ജോലി പെർഫോം ചെയ്യാൻ പറ്റും. അടുത്ത സെൻട്രലൈസേഷൻ ആണ്.
തങ്ങളുടെ സബോർഡിനേറ്റ്സിന് ജോലികളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സബോർഡിനേറ്റ്സിന് എത്രത്തോളം റോള് കൂടുന്നു അത്രത്തോളം അത് ഡീസെൻട്രലൈസേഷൻ ആകും. എത്രത്തോളം ഈ ഒരു സബോർഡിനേറ്റ്സിന് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ റോള് കുറയുന്നു അത് സെൻട്രലൈസേഷൻ ആകും. പവറൊക്കെ ഒരു സ്ഥലത്ത് സെൻട്രലൈസ് ചെയ്ത് കിടക്കും. ഓക്കെ, എന്തൊക്കെയായാലും മാനേജേഴ്സ് ഫൈനൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അവരുടെ തലയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാനേജേഴ്സ് തങ്ങളുടെ സബോർഡിനേറ്റ്സിന് അവരുടെ ജോലി കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്ത് വിടണം. ഓരോ ജോലിയിലും സെൻട്രലൈസേഷൻ എത്രത്തോളം വേണമെന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോഴത് കൃത്യമായിട്ട് തീരുമാനിക്കണം. അടുത്തതായിട്ട് റെമ്യൂണറേഷൻ ആണ്. ഈ ജോലി ചെയ്യുന്നവർക്കും ജോലി നൽകുന്നവർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ലഭിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു ജോലി എടുക്കുന്നവർക്ക് കിട്ടുന്നതിന് വേജ് എന്ന് വിളിക്കും, മറ്റവർക്ക് പ്രോഫിറ്റ് എന്നൊക്കെ വിളിക്കാം. ഈ ഒരു വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ്, പിന്നെ എന്ത് വർക്കാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, പിന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, പിന്നെ അപ്പോഴും നിലനിൽക്കുന്ന വേജ് റേറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻസ് നൽകുന്നതിലുള്ള യൂണിറ്റി, അതായത് ഒരു ഓർഗനൈസേഷനിലെ സെയിം ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ എന്നും ഡയറക്റ്റ് ചെയ്യുന്നത് സെയിം മാനേജർ ആയിരിക്കണം. അല്ലാത്ത പക്ഷം രണ്ട് മാനേജേഴ്സ് ഇതിനെ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ്സ് വെച്ചിട്ട് ജോലികൾ മാറി വരാം, അതിന്റെ വേ ഓഫ് ഡൂയിങ് മാറി വരാം, ഭയങ്കരമായിട്ട് ക്ലാഷ് ഒക്കെ വരാം. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദി കോമൺ ഗുഡ്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ആ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അവിടുത്തെ തൊഴിലാളികളുടെ താല്പര്യങ്ങളെക്കാൾ മുൻഗണന നൽകണം. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റാഫ് ആണ്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു സ്റ്റാഫിന്റെ മുഴുവൻ സേവനം ഈ ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഉറപ്പുവരുത്തണം. ഈ ഒരു ജോയിൻ ചെയ്ത് കുറച്ച് നാളുകളൊക്കെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് കണ്ടിട്ട് ഉടനടി പുറത്താക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാഫിന്റെ സേവനം മുഴുവനായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന് സാധിക്കില്ല. ഇനി അടുത്തത് ഹയറാർക്കിയാണ്. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മുതൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ വരെയുള്ള ഒരു റാങ്ക് ഓർഡറാണ് ഇത്. ഇതിൽ ഓരോ റാങ്ക് ഓർഡർ കൂടുന്നതന്നെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നതന്നെ അവരുടെ ലൈൻ ഓഫ് അതോറിറ്റി കൂടി വരും. അടുത്ത പ്രിൻസിപ്പിൾ ഓർഡറാണ്. ഓരോ സ്ഥാനത്തും ഓരോ ജോലിക്കും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഓരോ മെറ്റീരിയൽ ആയിക്കോട്ടെ ഓരോ ആൾക്കാരായിക്കോട്ടെ ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായ സമയത്ത് ഉണ്ടാകണം. അടുത്തത് ഇക്വിറ്റിയാണ്. മാനേജേഴ്സ് തൻ്റെ കീഴ് ജീവനക്കാരുടെ സബോർഡിനേറ്റ്സിനോട് ഇടപഴകുമ്പോൾ പെരുമാറുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറണം. അടുത്ത പ്രിൻസിപ്പിള് എസ്പ്രി ഡേ കോർപ്സ്. ഒരു ഓർഗനൈസേഷനിൽ ടീം സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ ഒരു ഐക്യത്തിൻ്റെ ഒരു ഫീല് കൊണ്ടുവരും, യൂണിറ്റിൻ്റെ ഒരു ഫീല് കൊണ്ടുവരും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ഫോർമൽ ലെറ്റേഴ്സിന് പകരം വേർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം കുറച്ചുകൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും അവസാനത്തെ 14ാമത്തെ പ്രിൻസിപ്പിളാണ് ഇനിഷ്യേറ്റീവ്. തങ്ങളുടെ സബോർഡിനേറ്റ്സിനെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങനെ സെൽഫ് ഇനിഷ്യേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ സ്വാഭാവികമായിട്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരുമെങ്കിലും സെൽഫ് ഇനിഷ്യേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേയിൽ ഓരോ ജോലികൾ ചെയ്തു തീർക്കുകയൊക്കെ ചെയ്യും. അടുത്തതായിട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ആദ്യത്തേത് 5 ബേസിക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ കോഡ് POSCQ. ഒന്നാമത്തേത് പ്ലാനിങ് ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഗോൾ ഡിഫൈൻ ചെയ്യലാണ്. രണ്ടാമത്തേതാണെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ തീരുമാനിക്കുക. പിന്നെ ഈ ഒരു പ്ലാനിങ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന ആൾക്ക് കമ്പനിയുടെ റിസോഴ്സസിനെ പറ്റിയിട്ടും കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഭാവി ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അടുത്തത് ഓർഗനൈസിങ് ഫംഗ്ഷനാണ്. ഒരു കമ്പനിയുടെ ഓവറോൾ സ്ട്രക്ചർ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. ഒരു കമ്പനിയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഒരു സ്ട്രക്ചർ ഇല്ലാതെ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടും അൺസക്സസ്ഫുള്ളും ആകും. ഈ ഒരു ഓർഗനൈസിംഗ് ആണ് സ്പെസിഫിക് സ്കിൽസ് ഉള്ള എംപ്ലോയീസിന് അവരവരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
അടുത്തത് സ്റ്റാഫിംഗ് ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷനാണ് ഓർഗനൈസേഷൻ്റെ എല്ലാത്തരം പേഴ്സണൽ നീഡ്സും പിന്നെ എല്ലാത്തരം നിയമനങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ജോബ്സിലേക്ക് ശരിയായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുക എന്നതാണ്. ജസ്റ്റ് ഒരു നിയമനം മാത്രമല്ല ഇതിൽ വരുന്നത്, അവരുടെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെ ഇതിൽ ഇൻവോൾവ് ആകുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ബിസിനസ്സുകൾ തകരും. കാരണം ശരിയായിട്ടുള്ള ആൾക്കാർ ശരിയായിട്ടുള്ള ജോലിക്ക് വേണ്ടി വരില്ല. അടുത്തത് കോർഡിനേറ്റിംഗ് ആണ്. ഒരു കമ്പനിയുടെ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും അത് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ ഒരു ഫംഗ്ഷനാണ്. കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, ഡയറക്ഷൻ എന്നീ കാര്യങ്ങൾ ഈ ഒരു കോർഡിനേറ്റിംഗ് ഫംഗ്ഷനിൽ ഇൻവോൾവ് ആകുന്നത്. അവസാനത്തേത് കൺട്രോളിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു ഫംഗ്ഷൻ ഒരു ഓർഗനൈസേഷൻ്റെ മറ്റെല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യലും ഈ ഒരു സ്റ്റാൻഡേർഡ്സിനൊത്ത് ഈ ഒരു എംപ്ലോയീസിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് പോസ്റ്റ് ഡിക്കോർബ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പോസ്റ്റ് ഡിക്കോർബ് എന്ന് പറയുന്നത് ഒരു കോഡ് വേർഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയും ആ ജോലി എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്താണ് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബ്രോഡ് സ്കെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് പ്ലാനിങ്. അടുത്തത് ഓർഗനൈസിങ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ സബ് ഡിവിഷൻസിനെ ക്ലാസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്ത് സിങ്ക്രണൈസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. അടുത്തത് സ്റ്റാഫിങ്. ഒരു ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും സെലക്ടിങ്ങും ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ തന്നെ അവരുടെ ഓറിയന്റേഷനും ട്രെയിനിങ്ങും കൂടി ഈ സ്റ്റാഫിങ്ങിൽ വരുന്നുണ്ട്. അടുത്തത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിങ്ങിലാണ് ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. ഓരോ സ്ട്രക്ചേർഡ് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും ഒക്കെ ഓരോ ആളെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യിക്കും. അടുത്തത് കോർഡിനേറ്റിംഗ് ആണ്. ഒരു ജോലിയുടെ പലതരം കോമ്പണൻസിനെ ഇന്റർലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ഓർക്കസ്ട്രേറ്റിംഗ് ചെയ്യിക്കുന്ന, അതായത് ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനാണ് കോർഡിനേറ്റിംഗ്. അടുത്തത് റിപ്പോർട്ടിംഗ് ആണ്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രോഗ്രസ്സിനെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് റിപ്പോർട്ടിംഗ്. അടുത്തത് ബഡ്ജറ്റിംഗ് ആണ്. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഫിസിക്കൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിന് അടിയിൽ വരുന്ന എല്ലാത്തരം ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യുന്നത് ഈ ഒരു ബഡ്ജറ്റിലാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് ഇൻ നഴ്സിംഗ് ആണ് നോക്കിയത്. ഡെഫിനിഷൻ, അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെൻറ്റ്, ഡിഫറൻസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കിയത്. അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.